ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സൈമൺസ് കിച്ചണിലേക്ക് സ്വാഗതം. കുറേ നാളുകളായി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്താ ഈയിടെയായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന്. ശരിക്കും ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പറ്റിയ കുഴപ്പം വീഡിയോഗ്രാഫർ ഇല്ലായിരുന്നു. വീഡിയോഗ്രാഫർ റിസർച്ച് നടക്കുമായിരുന്നു. അത് കാരണമാണ് വീഡിയോസ് നടക്കുക. പിന്നെ തന്നെ ഞാൻ വളരെ തിരക്കിലുമായിപ്പോയി. ഒരുപാട് ആൾക്കാരുടെ ഓർഡറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, പലരുടെയും സംശയങ്ങൾ വരുന്നു. അതൊക്കെ കൊണ്ട് എനിക്ക് സമയം കിട്ടിയില്ല. പല കാരണങ്ങളുണ്ട്. അപ്പൊ ഇന്ന് ഈ വരുന്ന 24-ാം തീയതിയാണ് എൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ. അപ്പൊ ഇപ്പൊ ഇവിടെ വേറെ ആരുമില്ല. അപ്പം അതുകൊണ്ട് അങ്ങോട്ട് പറയുകയാണ്. അപ്പം ഈ തിങ്കളാഴ്ച ഇവിടെ പിള്ളേർക്കൊക്കെ ഓഫായിരുന്നത് കാരണം എല്ലാവരും ഒന്നിച്ചുകൂടി അവർ നേരത്തെ അങ്ങോട്ട് ബർത്ത്ഡേ അങ്ങോട്ട് ആഘോഷിച്ചു. എങ്കിലും ഒറിജിനൽ ഡേയിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഒരു പുതിയ വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോഴേ ഉണ്ടാക്കാൻ പറ്റിയല്ലോ, പക്ഷെ ആളില്ലാത്ത സമയത്തല്ല, ഇതൊക്കെ സർപ്രൈസ് ആയിരിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ടുള്ള വിവിധ ഇതാണ്. പിന്നെ ഈ ചക്കക്കുരു കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കുകയെന്ന് പറഞ്ഞാൽ ഒരുപാട് മെയിൻ പ്രശ്നം അതൊന്ന് പൊളിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിനുള്ള ചില ടിപ്സും ഒക്കെയാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ കുറെ ചക്കക്കുരു എടുത്ത് വെച്ചിട്ട് അവനെ അങ്ങോട്ട് പുഴുങ്ങി. അവനെ അങ്ങ് പുഴുങ്ങിയിട്ട് തണുത്ത് കഴിഞ്ഞപ്പം ഒരു പാത്രത്തിനകത്തേക്ക് അവനെ അങ്ങോട്ട് എടുത്തിട്ട് അതിങ്ങനെ പുഴുങ്ങിയത് കൊണ്ട് ഇനി അവനെ നമ്മൾ നേരെ കണ്ടിച്ച് ഇത് തുരി പിടിക്കാൻ എളുപ്പമുണ്ട്. ഞാൻ അത് കേട്ടോ അതൊന്ന് കാണിച്ചു തരാം. കണ്ടിതാണ് ഇത് കണ്ടോ. അതൊരു ടിഷ്യൂ പേപ്പറും കൂടെ ഇട്ടേച്ച് വേണം, കാരണം അല്ലെങ്കിൽ അതിന്റെ നനവ് കംപ്ലീറ്റ് മാറിയില്ല എങ്കിൽ പിന്നെ അത് എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് വഴുതി പോകും. നേരം മാറിയിട്ടൊന്നും ഇല്ല. പിന്നെ വേണ്ടത് ഇങ്ങനെ ഇതിനകത്ത് ഞാൻ കുറച്ച് ഓൾറെഡി അരിഞ്ഞെടുത്തു. കാരണം ഇത്രയും സംഭവങ്ങൾ തീർത്ത് വരണ്ടേ, അതുകൊണ്ടാണ്. പക്ഷെ വളരെ എളുപ്പമാണ് കേട്ടോ ഇത്. അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പുഴുങ്ങി കഴിയുമ്പോഴത്തേനും ചില ചക്കക്കുരുവിന്റെ മറ്റൊക്കെ ഇങ്ങനെ തൊലി അങ്ങോട്ട് വിട്ടേച്ചത് ഇങ്ങനെ അങ്ങ് മാറിപ്പോകും. കാണാവോ? ഓക്കെ. അപ്പൊ അതൊക്കെ ആണെങ്കിൽ എളുപ്പമുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ട് പൊളിക്കാൻ എളുപ്പമുണ്ടത്. പെട്ടെന്ന് നമുക്ക് അതെടുത്തു കഴിഞ്ഞാൽ അതിന്റെ തൊലി നമുക്ക് വിരൽ കൊണ്ട് തന്നെ ഇങ്ങനെ ഇളി പൊളിച്ച് തന്നെ കൊണ്ട് എടുക്കാം. കത്തിയില്ലേലും പിന്നെ കത്തിയർ മുനയുണ്ടെങ്കിൽ ഇച്ചിരി ബെറ്റർ. എന്ന് വെച്ച് കഴിയുമ്പോഴത്തേനും തന്നെ അതിന്റെ ചൗര് വരെയും ഒന്ന് ചിങ്ങ പോരും തന്നെ. പിന്നെ ഒരു സ്വല്പം ചവരൊക്കെ ഇരുന്നോർത്തുകൊണ്ട് കുഴപ്പമില്ല, തന്നെയല്ല സ്വല്പം ചവര് ഇരിക്കുന്നതാണ് നല്ലത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഈ വേവിച്ച് കഴിയുമ്പോഴത്തേനും അതിന്റെ ആ വെള്ളത്തിനൊരു ബ്രൗണിഷ് കളർ വരും. ബ്രൗണിഷ് കളർ വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ അതിന് ആ ചവരിന്റെ അല്ലെങ്കിൽ അതിന്റെ റെഡ് സ്കിന്നിന്റെ ചവയൊന്നും കാണിയാതെ ഇത്ര പെട്ടെന്ന് പരിപാടി തീർന്നു. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് അരിഞ്ഞിട്ട് വെച്ച പിന്നെ ഇനി ഇതുപോലെ വെച്ച സാധനം നമുക്ക് ഫ്രീസറിൽ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം. ഇത് അങ്ങനെ പൊട്ടാത്തതാണ്. അതുകൊണ്ട് അതിനകത്ത് നമ്മൾ പണ്ട് കശുവണ്ടിയൊക്കെ പൊളക്കിയായിരുന്നു, അതേ രീതിയിൽ ഇങ്ങനെ അങ്ങ് പൊളന്നു കഴിയുമ്പോൾ പിന്നെ ഈ കണ്ണിന്റെ ഭാഗത്താണ് ഏറ്റവും കട്ടിയിലുള്ള അതിന്റെ ബ്രൗൺ സ്കിൻ ഇരിക്കുന്നത്. അപ്പൊ അവിടെ കൊണ്ട് ഇനി പിടിച്ചു കഴിയുമ്പോഴത്തേനും സമയം നന്നായിട്ട് തന്നെ ഇനി പൊളിഞ്ഞു പോരും. തന്നെ അപ്പം വലിയ കുഴപ്പമില്ലാണ് ഇനി പോകുന്നത്. നമുക്ക് ആ നഖം കൊണ്ടും കൂടെ പതുക്കെ അങ്ങോട്ട് ഇങ്ങോട്ടും ഒന്ന് നീക്കിയാൽ മതി. ചവര് കളഞ്ഞു നടത്തുന്ന കുഴപ്പമില്ല കേട്ടോ, കാരണം അതിന്റെ ഇത് പുഴുങ്ങി കഴിയുമ്പോഴത്തേനും ആ ചവരിന് ഉള്ള ആ മോശമായിട്ടുള്ള ചൊവ്വ അങ്ങ് ആ ടേസ്റ്റ് അങ്ങ് മാറും. അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഇതിനെ പൊളിച്ചെടുക്കാൻ സാധിക്കും. പൊളിച്ച് അവനെ നുറുക്കി ഇനി ഇത് ഫ്രീസറിൽ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഒരു വർഷം ഇരുന്നാലും ഇതിന് കുഴപ്പമില്ല, കാരണം ഓൾറെഡി ഇത് വെന്തിരിക്കുന്നതല്ലേ. അപ്പൊ പിന്നെ നമ്മളത് പിന്നെ ഈ മാങ്ങയ്ക്കകത്തോ അല്ലെങ്കിൽ പിന്നെ ചക്കക്കുരു ഉലർത്തിയെടുക്കാനോ അവിയലിനോ ഇതിനൊക്കെ. ഇപ്പം ഞാൻ ഇപ്രാവശ്യം ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പം അന്ന് 24-ാം തീയതി എന്ന് പറയുമ്പോൾ ഓശാന ഞായറാഴ്ചയാണ്. അപ്പം ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർക്കൊക്കെ ഇപ്പം ഞങ്ങൾക്കൊക്കെ നോയമ്പാണ്, ഓശാന ഞായറാണ്, വലിയ ആഴ്ചയില്ല. അപ്പം പിന്നെ ഈ വെജിറ്റേറിയൻ ഐറ്റംസ് ഒക്കെ അല്ലേ പറ്റുള്ളൂ.
അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് ചക്കക്കുരു കൊണ്ടുള്ള തോരൻ വേണം, അതായത് ഉലർത്തിയെടുത്തത്. പിന്നെ ചക്കക്കുരു മാങ്ങ ചാറുകറിയായിട്ട്, പിന്നെ ചക്കക്കുരു പായസം ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണത്. ഇപ്പൊ ഇതുപോലെ ഇരിക്കുന്ന സാധനം മിക്സിയിലിട്ട് ഒരടിയും കടിക്കാം, വല്ലാണ്ടങ്ങ് അരച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ എന്നിട്ട് പിന്നെ അല്ലാതെ പരിപ്പിന്റെ ഒക്കെ പായസം ഉണ്ടാക്കുന്നവരെയും ഉണ്ടാക്കിയാൽ മതി.